മെഡിറ്റേറ്റ് ചെയ്യാനും നല്ല പോസിറ്റീവ് അഫർമേഷൻസ് എൻ്റെ മൈൻഡിന് കൊടുക്കാനും അതുപോലെ ഭയങ്കരമായിട്ട് എന്നിലോട്ട് തന്നെ നോക്കി കുറച്ച് നേരം ഇരിക്കാനൊക്കെ ഞാൻ ഇപ്പോൾ ശ്രമിക്കാറുണ്ട്. അതിൻ്റെ ഒരു റിസൾട്ട് എന്നിൽ കാണാനും ഉണ്ട് കേട്ടോ. മൊബൈൽ ഫോണിൻ്റെ യൂസേജ് പരമാവധി കുറക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ എങ്കിലും എന്നാലും ഒരു പരിധി വരെയൊക്കെ എന്നെക്കൊണ്ട് പറ്റാറുള്ളൂ. എങ്കിലും ഞാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് എന്നിൽ ചെറിയൊരു മാറ്റം ഞാൻ വരുത്തിയപ്പോൾ തന്നെ വലിയ റിസൾട്ടുകൾ എനിക്ക് കണ്ടു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതിന് ഏറ്റവും വലിയ സിമ്പിളായിട്ടുള്ളൊരു ഉദാഹരണം, നിങ്ങൾക്കത് വലിയൊരു കാര്യമായിട്ടൊന്നും തോന്നില്ല, പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു കാര്യം തന്നെയാണ്. കാര്യം എന്താ വെച്ചാൽ, കഴിഞ്ഞ വട്ടം മോൾ LKGയിലായിരുന്ന സമയത്ത് റീഡിങ് ഡേക്ക് പ്ലക്കാർഡ് ഉണ്ടാക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ എന്ത് ചെയ്തു, നേരെ ഫോണെടുത്തു ഗൂഗിളിൽ നോക്കി. അതിൽ നിന്ന് ഒട്ടുമിക്ക പാരൻസ് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ, അതിൽ നിന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്ലക്കാർഡ് സെലക്ട് ചെയ്തു, ഞാനത് വരച്ചു കൊടുത്തു, അവളത് കൊണ്ടുപോയി. ഇപ്രാവശ്യം പരിസ്ഥിതി ദിനമാണ്, പ്ലക്കാർഡ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ടീച്ചർ പറഞ്ഞ സമയത്ത് ഞാനിങ്ങനെ ആലോചിച്ചു, എന്തിന് ഫോണിൽ നോക്കണം, എനിക്ക് പരിസ്ഥിതി ദിനം തോന്നുമ്പോൾ എന്താണ് എൻ്റെ മനസ്സിലോട്ട് വരുന്നതെന്ന് ഞാൻ കണ്ണടച്ച് കുറച്ച് നേരം പരിസ്ഥിതി എന്ന് ആലോചിച്ചപ്പോൾ തന്നെ എൻ്റെ മനസ്സിലോട്ട് വന്ന വിഷയം എന്താ വെച്ചാൽ, ഞാൻ ചെറിയ കുട്ടിയായ സമയത്ത് ഞങ്ങളെ വീട്ടുമുറ്റത്ത് ഒരു വലിയ മാവുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല മാങ്ങ വീഴുന്നു, കാറ്റൊക്കെ അടിച്ച് ഒത്തിരി മാങ്ങ കിട്ടുന്ന ഒരു മാവുണ്ടായിരുന്നു. അതിൻ്റെ ചോട്ടിൽ ഈ ടോയ്ലറ്റ് പോലെ ഉണ്ടാവില്ലേ, പണ്ടൊക്കെ ഈ മുറി ടോയ്ലറ്റ് ഉണ്ടാവും, എന്നുവെച്ചാൽ മേൽക്കൂരൊന്നും ഉണ്ടാവില്ല, ജസ്റ്റ് ഈ ജെൻസിനൊക്കെ ഇരുന്ന് മൂത്രമൊഴിക്കാനൊക്കെ ഒരു തിണ്ട് പോലെ കെട്ടിയിട്ടില്ല. അത് യൂസ് ചെയ്തിട്ടില്ലായിരുന്നു. യൂസ് ചെയ്യാത്ത അതല്ലെങ്കിൽ പണ്ട് യൂസ് ചെയ്തതിന് എനിക്കറിയില്ല, ഞാൻ കാണുന്ന കാലം മുതലേ അത് ഉപയോഗിക്കുന്നില്ല. അപ്പോൾ അവിടെ ഞങ്ങൾ അതിന് ഇതൊക്കെ ഷീറ്റൊക്കെ വിട്ട് അതൊരു വീടാക്കി അതിൻ്റെ താഴെ ഇരുന്ന് ഞങ്ങൾ കളിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കളിയും അതുപോലെ ആ ഒരു മാവും ആ ഒരു മുറ്റത്തിൻ്റെ ആ ഒരു സൈഡ് എനിക്കിങ്ങനെ മനസ്സിലോട്ട് വന്നിട്ടോ, ഞങ്ങൾ അതിൻ്റെ താഴെ ഇരുന്ന് കളിക്കുന്നതൊക്കെ. അപ്പം ഞാൻ വിചാരിച്ചു, ഓക്കെ, പരിസ്ഥിതി എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കുട്ടികളെ സംബന്ധിച്ച് പരിസ്ഥിതി ദിനം പറഞ്ഞാൽ ചുറ്റുപാടും വൃത്തിയാക്കുക, അല്ലെങ്കിൽ ഒരു തൈ നടുക, ഇതായിരിക്കും അല്ലേ. അപ്പോൾ ആ തൈ നട്ട് പിന്നെ ആ പാത്തക്ക് തിരിഞ്ഞു നോക്കാത്തവരായിരിക്കും ഒട്ടുമിക്ക ആളുകളും. അപൂർവം ആളുകൾ മാത്രമേ ആ തൈയെ പരിപാലിച്ച് വളർത്തിയിട്ടുണ്ടാവുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു, പരിസ്ഥിതി എന്ന് പറഞ്ഞാൽ അതിൻ്റെ എല്ലാ ഫീലിങ്ങും എൻ്റെ കുട്ടി അറിയണം എന്ന് വിചാരിച്ചിട്ട് കണ്ണടച്ചിരുന്നപ്പോൾ ഒരു മരം വരക്കാൻ എനിക്ക് തോന്നിയുള്ളൂ കേട്ടോ. ജസ്റ്റ് ഒരു മരം വരയ്ക്കുക, എന്നിട്ട് അതിൻ്റെ എല്ലാ ഹാപ്പിനെസ്സും അതിലോട്ട് കൊണ്ടുവരാൻ നോക്കുക. പക്ഷെ എന്താ വെച്ചാൽ, ഒരു കലാകാരി അല്ലാത്തത് കൊണ്ട് തന്നെ എനിക്കത് വരച്ചിട്ട് അതിനെ ഭംഗിയാക്കാൻ പറ്റിയില്ല. പക്ഷേ എങ്കിലും ഒരു മരത്തിൻ്റെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ അതിലോട്ട് കൊണ്ടുവരാൻ നോക്കിട്ടോ. ഞാൻ അതിൻ്റെ ഭാഗമായിട്ട് ഞാനിങ്ങനെ മനസ്സിലൂടെ ആലോചിച്ചു എന്തൊക്കെയാണ് വരക്കേണ്ടതെന്ന്. അപ്പം ഞങ്ങളെ വരച്ചു, അതായത് ആ മരത്തിൻ്റെ ചോട്ടിയിരിക്കുന്ന കുട്ടികളെ വരച്ചു, ഊഞ്ഞാലാടുന്ന കുട്ടികളെ വരച്ചു. വേറൊരു മരത്തിൽ ഞങ്ങൾ ഇതുപോലെ ഊഞ്ഞാലാടി കളിക്കാറുണ്ടായിരുന്നു. കിളികളെ വരച്ചു, കിളികളെ കൂട് വരച്ചു, അണ്ണാനെ വരച്ചു. അണ്ണാനൊന്നും ആയിട്ടില്ല, പക്ഷെ എന്നാലും ശ്രമിച്ചു. അതുപോലെ മൃഗങ്ങളെ കെട്ടിയിടുന്നത് വരച്ചു, ഒക്കെ വരച്ചു. അപ്പോഴും ഇനിയും മരത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ടല്ലേ. എൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ ഒരുപാട് ആശയങ്ങൾ വരിക. ഓക്സിജൻ തരുന്നുണ്ട്, മഴ കിട്ടാൻ കാരണമുണ്ട്, ഇങ്ങനെ പല പല ആശയങ്ങൾ എൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ വരുന്നുണ്ട്. പക്ഷെ അതൊന്നും എനിക്ക് ചിത്രത്തിൽ പതിപ്പിക്കാൻ പറ്റുന്നില്ല. പക്ഷെ കുറച്ച് നേരത്തെങ്കിലും ആ ഒരു മരവും അതുമായി ബന്ധപ്പെട്ട ആ ഒരു കുളിരും ആ ഒരു തണുപ്പും എനിക്ക് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റി. എന്നുവെച്ചാൽ നമ്മളെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നുണ്ട്, നമുക്കൊരു ജീവൻ ലഭിച്ച പോലെയൊക്കെ തോന്നും. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ മെഡിറ്റേഷൻ്റെ ആയിക്കോട്ടെ, പോസിറ്റീവ് അഫർമേഷൻ കൊടുക്കുന്നതിൻ്റെ ആയിക്കോട്ടെ, നിങ്ങളിലോട്ട് നോക്കുമ്പോൾ ശരിക്കും നിങ്ങൾക്കൊരു പുതുജീവൻ ഉണരുകയാണ്. നിങ്ങൾക്ക് എത്രമാത്രം ഇത് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഈ ഒരു ഫീല് നിങ്ങൾക്ക് എത്രമാത്രം പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും വെറുതെ സമയം കളയാൻ തോന്നും. പക്ഷേ ഉണ്ടല്ലോ, ട്രസ്റ്റ് മീ ഗൈസ്, ഇതൊരു അടിപൊളി ഫീലാണ്. നമ്മളിലോട്ട് നോക്കി നമുക്ക് വേണ്ടി അല്ലെങ്കിൽ നല്ല പോസിറ്റീവ് അഫർമേഷനൊക്കെ കൊടുക്കുമ്പോൾ ശരിക്കും നമ്മളെ ചിന്താശേഷിയൊക്കെ നമ്മളിലോട്ട് തിരിച്ചു വരുന്ന പോലെ തോന്നും. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു കൊച്ചു കുട്ടിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല എന്ന് തോന്നും. പക്ഷേ ഒരു വർഷം മുന്നേ എനിക്ക് ഇതുപോലും ചെയ്യാൻ പറ്റില്ലായിരുന്നു. എനിക്ക് പരിസ്ഥിതി ദിനം എന്ന് പറയുമ്പോൾ ഒരു തൈ നടുന്നത് മാത്രമേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ എന്തെങ്കിലും ഒരു തൈ മാത്രമേ ഉണ്ടാവുള്ളൂ. അതൊരു മരമാവുന്നതിനോ അതിൻ്റെ ചുറ്റും ഒരു ആവാസ വ്യവസ്ഥ വരുന്നതിനെ കുറിച്ചിട്ടോ ഒന്നും ഞാൻ ചിന്തിച്ചിരുന്നില്ല. പരിസ്ഥിതിയെ കുറിച്ച് അങ്ങനെയൊന്നും ചിന്തിക്കാനുള്ളൊരു ശേഷിയില്ലായിരുന്നു. കാരണം മൊബൈൽ ഫോണിൽ അത്രമേൽ ഞാൻ അഡിക്റ്റഡ് ആയിരുന്നു. ഞാൻ അതിൽ നിന്ന് പുറത്തോട്ട് ചാടുകയാണ്. ശരിക്കും എനിക്ക് ആ ഒരു തണുപ്പ്, ആ ഒരു ഫീല് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പം ഇതാണ് ഞാൻ വരച്ച ചിത്രം വരക്കാനൊന്നും അറിയില്ല, പക്ഷേ ഇതിൽ ഞാൻ ഒരുപാട് എന്താ പറയുക ഫീൽ ചെയ്ത് വരച്ചതാണ്. കാണുമ്പോൾ നിങ്ങൾക്കത് നിസ്സാരമായൊരു ചിത്രമായി തോന്നെങ്കിലും എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഈ ഒരു സംഭവം ഞാൻ വരയ്ക്കുമ്പോൾ ഞാനത്
എന്താ പറയുക ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു തണുപ്പ് ഭയങ്കരമാണ്. സത്യം പറഞ്ഞാൽ ഒരുപാട് ക്രിയേറ്റേഴ്സിനൊക്കെ നന്നായിട്ട് എഴുതുന്നവർക്കൊക്കെ അല്ലെങ്കിൽ വായിക്കുന്നവർക്കൊക്കെ അത് ഫീൽ ചെയ്ത് ചെയ്യുമ്പോൾ കിട്ടുന്നവരെക്കാൾ കൂടുതൽ അവർക്കൊരു അനുഭൂതി ഉണ്ടാവില്ല അല്ലേ? ആ ഒരു അനുഭൂതി ശരിക്കും ഈ ഒരു ചിത്രം വരച്ചപ്പോൾ എനിക്ക് കിട്ടി എന്നുള്ളതൊരു വലിയൊരു യാഥാർത്ഥ്യമാണ് കേട്ടോ. മോളെ വർക്കായിരുന്നു, പക്ഷെ അവളെ വർക്ക് എന്താ വെച്ചാൽ അതാ ഇവിടെ താഴെ പേര് എഴുതാന്ന് കേട്ടോ. ആൾ പേര് എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ വരച്ച് ഹെൽപ്പ് ചെയ്തത് ഞാൻ. കളർ ചെയ്യാൻ അവൾ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെയൊക്കെ മോളാണ് കളർ ചെയ്തത്. അതിൻ്റേതായ പോരായ്മകളുണ്ടാവും, കാരണം കുട്ടികളല്ലേ, കുട്ടികൾ തെറ്റുകൾ വരുത്തും തിരുത്തും അല്ലേ? നമ്മൾ തന്നെ ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളും, എൻ്റെയൊക്കെ ലൈഫ് പറഞ്ഞാൽ ഒരു അച്ചടക്കം ഇല്ലാതെ മുന്നോട്ട് പോകുന്ന ലൈഫാണ്. ഇപ്പം ഞാൻ ഇങ്ങനെ ശരിയാക്കി ഇങ്ങനെ വരികയാണ്. പക്ഷെ സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ ഒരു ചേഞ്ച് ഉണ്ടല്ലോ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. എനിക്കത് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടുള്ള യാഥാർത്ഥ്യം. അപ്പോൾ നമ്മൾ ഈ മൊബൈൽ ഫോണും അല്ലെങ്കിൽ ഭയങ്കര ഈ റീൽസും കാര്യങ്ങളൊക്കെ കാണുന്നതിൻ്റെ സമയത്ത് നമുക്കെന്തെങ്കിലും ഗുണം കിട്ടുന്ന, നമ്മളെ മൈൻഡിനെ ഫ്രീ ആക്കാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കാണുക, നല്ല നല്ല കാര്യങ്ങൾ ചിന്തിക്കുക, നല്ല നല്ല പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് കൊടുക്കുക, പോസിറ്റീവ് എനർജി സ്പ്രെഡ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.